ഹലോ ഗൈസ്, എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ ഈ കട്ടിലേക്ക് കിടന്ന് എഴുന്നേക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ഒരേ കിടപ്പായിരുന്നു. പക്ഷേ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, എനിക്ക് ഒത്തിരി ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, എഴുന്നേറ്റേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരം പുറത്തോട്ട് നോക്കി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് പിന്നെയും ഞാൻ നെല്ലിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ? പക്ഷേ ഇന്ന് ഉറക്കം തൂങ്ങിയിട്ട് കാര്യമില്ല, ഉറക്കം പോകാനുള്ള സകല എൻ്റെ റൂമിൽ തന്നെ ഉണ്ട്. കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യ കുഞ്ഞ് വസിക്കുന്ന റൂമാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ശരിയാണ്, ഇതെൻ്റെ റൂമാണ്, നല്ല വൃത്തിയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഞാൻ ഈ റൂം ഒന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ അടുക്കളയിലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ പിന്നെ പല്ലേക്കാൻ വേണ്ടി പോയി. കണ്ടോ? ഇതാണ് എൻ്റെ ബ്രഷ്. കണ്ടോ? വിജൃംഭിച്ച ബ്രഷ്. ഇങ്ങനത്തെ ബ്രഷ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഈ ഫോറിനേഴ്സൊക്കെ പല്ലേക്കുന്ന പോലെ വായൊക്കെ പൊത്തിപ്പിടിച്ച് ഞാനിങ്ങനെ പല്ലേ ചെയ്യാനും കുറച്ച് പരിഷ്കാരിയായി. പിന്നെ നമുക്ക് കുറച്ച് പരിഷ്കാരമൊക്കെ കൂടുതലാണ്. കേക്ക് പണ്ടേ അങ്ങനെയാണ്. ഇനി അങ്ങനെ പല്ലേപ്പൊക്കെ ഇതാണ് ഗൈസ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇത് നല്ല ഓയിൽ ഫ്രണ്ട്ലി ആണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. 299 ഇത് നല്ല വർത്താണ്. എല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും കിച്ചണിലോട്ട് പോയി ഗൈസ്. ഞം കഴിക്കണമല്ലോ. ഞം കഴിക്കാൻ ഞാനിന്ന് മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞം കഴിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചു. കാരണം നല്ല പോസ്റ്റായിരുന്നു ഇന്ന് റൂമിൽ. ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ വരാം, കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ച് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് ശുദ്ധ മലയാളമൊന്നും ഒറ്റയ്ക്ക് അങ്ങോട്ട് അറിയില്ല, ക്ഷമിക്കണം. എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ അറിയില്ല. ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഗൈസ്. കാരണം എനിക്ക് ഈ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ അധികമായിട്ട് അറിയില്ല. ഈ വോയിസ് ഓവർ തന്നെ 1000 പ്രാവശ്യം കൊടുത്തിട്ടാണ് ഇതൊന്ന് റെഡിയായി വരുന്നത്. അതുപോലെ ഞാൻ എൻ്റെ വിജൃംഭിച്ച കുപ്പിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ? എന്തോ ഒരു ജാടയാണ് ഈ ജിക്കിക്ക്, ഭയങ്കരമായൊരു ജാട. ഭയങ്കര എന്താ പറയുക, ഇതിനെ ഒന്നും പറയാൻ എനിക്കില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ പറയണമല്ലോ, വേറെ ആരും എന്നെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഞാനും കൂടെ പറയുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ വൈപ്സ് എടുത്ത് എൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എൻ്റെ മുഖം കണ്ടോ നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കുകയാണ് ഓരോ കുരുക്കളും. കാരണം ഞാൻ സ്കിൻ കെയർ ഒന്നും ഒട്ടും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇനി എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലാണ് ഗൈസ്. എത്ര ഞാൻ കഴിക്കാലും എന്തൊക്കെ ചെയ്താലും ഭയങ്കര ഓയിലാണ്. നേരത്തെ കാണിച്ച ഫേസ് വാഷ് ഇല്ല, അത് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് കുറച്ചും കൂടി ഓയിലി ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒത്തിരി പിമ്പിൾസ് ഇങ്ങനെ വന്നും പോയിരിക്കും. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ കുറച്ചായിട്ട്. അങ്ങനെ ഞാൻ അത് വാരിപ്പത്താണ്. കാരണം പുറത്ത് നല്ല വെയിലാണ്, അതും കൂടി ഇനി ഏൽക്കാൻ വയ്യ, മൊത്തം ടാൻ അടിച്ചിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ സൺസ്ക്രീൻ എല്ലാം കൂടെ വാരിപ്പൊത്തി. എനിക്കറിയില്ല, കാരണം പൊതുവെ ഞാൻ ഈ സൺസ്ക്രീൻസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ തുടങ്ങിയാണ്. വല്ലപ്പോഴും ഇടും, വാങ്ങി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് തോന്നുമ്പോൾ ഇടും. തോന്നുമ്പോൾ സെല്ലിന്ന് പറയില്ല, അത് തന്നെയാണ്, തോന്നുമ്പോഴേക്ക് ഇടും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയർ പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കും. അതിൽ ഞാൻ യാഡ്ലിൻ്റെ ഈ ഒരു ക്രീമാണ് യൂസ് ചെയ്യുക. കാരണം ഇല്ല ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും, എത്ര പ്രാവശ്യം കുളിച്ചാലും ആൾക്കാർ കണ്ടാൽ പറയും പിന്നെ കുളിക്കാറൊന്നുമില്ല. ഈ വൈബ്സാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കണ്ടോ എൻ്റെ കാർക്കൂന്തൽ ഭയങ്കരമാണ്. എനിക്ക് കാർക്കൂന്തൽ കണ്ടോ സ്വർണ്ണം പോലെ തിളങ്ങുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഐലൈനർ ഒന്നും അത്രയും പറ്റില്ല. പിന്നെ ഈ ഒരു മസ്കാരയാണ് ഞാൻ ഇടുന്നത്. പക്ഷേ ഞാൻ വല്ലപ്പോഴേക്ക് ഇതൊക്കെ ഇടാറുള്ളൂ. മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഐലൈനർ ഇട്ട് എൻ്റെ കണ്ണുകൾ എങ്ങനെയുണ്ട്, ചിമ്മി ചിമ്മി പിന്നെ തിളങ്ങണ വരളിക്കണ്ണ് എനിക്ക്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് നല്ലോണം യൂസ് ചെയ്യും. ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഈ ഫൈനൽ ലുക്ക് കാണിക്കാനൊന്നും അറിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരുങ്ങാനും പിടിക്കാനൊന്നും അധികം അറിയാത്ത ഒരാളാണ്. പേരിന് ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ, പക്ഷേ എനിക്ക് ഇന്നെ സ്വയം നോക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് പുറത്തെ അവസ്ഥ. പൊരി വെയിലും ഒടുക്കത്തെ ചൂടും. പിന്നെ നമ്മുടെ ഊബർ ചേട്ടൻ വന്ന് ഊബറിൽ കയറി ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എൻ്റെ കാർക്കുന്തലിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ കണ്ടിട്ട് മുഖത്ത് ബൾബ് കത്തിക്കുന്നത് കണ്ടോ. പിന്നെ ഇതാണ്ട് പുതിയ ചെരുപ്പ് കൊള്ളാവോ എങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് പോകുന്നത് സുഭാഷ് പാർക്കിലോട്ടാണ് ഗൈസ്. എനിക്ക് അവിടെ പോയാൽ ഒരു ആശ്വാസം കിട്ടും. സുഭാഷ് പാർക്ക് എത്തി ഗൈസ്. ഇവിടെ വന്നാൽ ആശ്വാസം കിട്ടുന്ന ഞാൻ വെറുതെ പറഞ്ഞല്ലോ. എനിക്ക് കൊച്ചിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കാരണം എനിക്ക് ഇവിടുത്തെ പച്ചപ്പും മരുതാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒറ്റക്കാലം ഞാൻ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നാൽ ഇതുപോലെയുള്ള കുറേ കാഴ്ചകൾ കാണാം. എന്താ അറിയില്ല, ഒരു സമാധാനവും സന്തോഷമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഈ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കായലിലോട്ട് നോക്കിയിരുന്നു. നല്ല വിജൃംഭിച്ച കായലാണ് ഗൈസ്. അവിടെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അവിടെയും അത്യാവശ്യം നല്ല വെയിലാണ്. ഞാൻ ഓരോരോ സൈഡിൽ പോയിരുന്നു ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തു തരാൻ എൻ്റെ കൂടെ ആരുമില്ല, എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ അങ്ങനെ അതിൽ കൂടെ വാട്ടർ മെട്രോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു വാട്ടർ മെട്രോ കയറി ഫോട്ടോ വെച്ചിലൊന്ന് പോയാലോ. പിന്നെ വെയിൽ കാരണം ഇന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പ്രാവുകളൊക്കെ നോക്കി ഞാൻ കുറേ നേരം ഇരുന്നു. അതിന് കുറേ ആൾക്കാർ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ആ സൈഡിൽ നിന്നൊരു ചെറുക്കൻ എന്നെ നോക്കി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കാണ് ഭയങ്കര തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഒരു ചൂട് കാപ്പി ഒന്ന് വാങ്ങിച്ചു കുടിച്ചു. കൂടെ ഞാനൊരു കട്ട്ലേറ്റും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ തന്നെ വീഡിയോ അവിടെ വെച്ചെടുത്തു ഗൈസ്. വിജനതയിൽ പാതി വഴി തേങ്ങുന്നു ആ പാട്ടൊക്കെ ഇടണം തോന്നി. പിന്നെ ഞാൻ അതൊന്നും ഇട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ കുറേ കൊക്കും പ്രാവൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു ഐറ്റങ്ങളൊക്കെ കാണാൻ. ഞാൻ അതുവഴി പോകുമ്പോൾ കുറേ ആൾക്കാർ അതിനൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന 2 കപ്പിൾസിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ ഞാൻ സുഭാഷ് പാർക്കിൻ്റെ തെരുവിലൂടെ ഞാനിങ്ങനെ നടന്നു. എൻ്റെ പുതിയ ചെരുപ്പിട്ട് ഞാനിങ്ങനെ നടന്നു ഞാൻ പിന്നെ ആ കായലിൻ്റെ സൈഡിലോട്ട് പോയി. അവിടെയും കുറേ പ്രാവുണ്ട്. അവിടെയും അത് തീറ്റ കൊടുത്തോണ്ടിരിക്കുക. എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും ഇതിന് തീറ്റ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ അവിടെ ഒത്തിരി പൂക്കളുണ്ട്. അതാണ് അവിടെ എനിക്ക് ഏറ്റവും പ്രത്യേകമായി തോന്നുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. സൺഡേ ദിവസം എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസും കുട്ടികളായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഭയങ്കര രസമാണ്. കാരണം എൻ്റെ നാട്ടിലൊന്നും ഞാൻ അധികം ഇങ്ങനെ കാണാറില്ല. വല്ലപ്പോഴൊക്കെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് ഞാൻ കാണാറുള്ളൂ. പിന്നെ കുറേ കപ്പിൾസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കപ്പിൾസിനെ നോക്കാൻ നിന്നില്ല, കാരണം നമുക്ക് ആരുമില്ല. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നത് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന്
പിന്നെ എൻ്റെ കാർക്കൂന്തലാണ് ഹൈലൈറ്റ്, കാറ്റിനൊക്കെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെച്ചൊരു ഷോഫ്. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കയ്യിൽ ഈ മൈലാഞ്ചി പ്രിന്റ് ചെയ്യില്ല, അതുപോലെ ഒരു ചേച്ചി, അങ്ങനെ ഞാൻ അത് ചെയ്തു. പക്ഷെ അവരെന്നെ പറ്റിച്ചു ഗൈസ്. അവരെന്നോട് 50 രൂപ എന്ന് പറഞ്ഞാൽ എന്നോട് 150 രൂപ വാങ്ങിച്ചു. പിന്നെ അടിച്ചു പോയില്ലേ, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പിന്നെ പൈസ കൊടുത്ത് കൂടുതൽ വഴക്കിട്ടില്ല. പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അവരെന്നോട് പറഞ്ഞു 1 വീക്ക് ഒക്കെ നിൽക്കും കയ്യിലെന്ന് പറഞ്ഞു. പക്ഷെ 1 വീക്ക് പോയിട്ട് 1 ഡേ പോലും നിന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയി കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഇത് മൊത്തം പോയി. ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഗൈസ്. കാരണം എനിക്കത് ഭയങ്കര സങ്കടമായി. 2-3 ദിവസമെങ്കിലും നിന്നിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി അത്. പിന്നെ 20 രൂപ ചോദിച്ചെടുത്ത് 150 രൂപയും കൊടുത്ത് ഞാൻ തിരിച്ച് നടന്നു. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ആഗ്രഹം തോന്നുന്ന സാധനം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. കാരണം നമുക്ക് ജീവിതം ഒന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂവും കൂടെ കണ്ട് ഗൈസ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കാനും ജീവിക്കാനും പഠിച്ചത് എറണാകുളത്ത് വന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ എല്ലാം മുമ്പൊന്നും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്, നമുക്കൊരു ജീവിതമുള്ളൂ, നമുക്കത് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. എല്ലാവരും എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് ഒരു ഊബർ ബുക്ക് ചെയ്ത് റൂമിലോട്ട് തിരിച്ച് പോയി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഇട്ടത്. നമുക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.